ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പൂൺ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് എടുത്താൽ മതി. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി അത് നന്നായിട്ട് ഏത്തപ്പഴമായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഇത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 പിടി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ശർക്കര പാനിയാക്കി എടുത്തതുകൊണ്ട് അതിൽ ജലാംശം ഉണ്ടല്ലേ, അതുകൊണ്ട് വേറെ പാലോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാല് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കുഴച്ച് എടുക്കുന്ന സമയത്ത് നല്ല ഒരു ലൂസ് പരുവത്തിൽ വേണം ഇരിക്കാൻ. എന്നാൽ ഒരുപാടങ്ങ് ലൂസല്ല. നമ്മൾ സ്പൂണിൽ കോരി എണ്ണയിൽ ഒഴിക്കാൻ പറ്റിയ ഒരു പാകത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനനുസരിച്ചുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു അയഞ്ഞ പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇപ്പോൾ നല്ല പരുവത്തിന് ഇതുപോലെ നമുക്ക് സ്പൂണിൽ കോരിയെടുത്ത് എണ്ണയിലിടാൻ പറ്റുന്ന പാകമായിരിക്കണം. ഇപ്പോൾ നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള സ്പൂൺ വെച്ച് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ അളവിലെടുത്ത് ഇട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ കുഴച്ചിട്ട് ഇതിങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കഴിക്കാൻ നല്ല ടേസ്റ്റും. ഇത് തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ഡാർക്ക് കളർ ആക്കരുത്. ഒരു ഇളം ബ്രൗൺ കളർ ആയാൽ മതി. ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പൂൺ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ കോരിയെടുക്കാം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.